ഞങ്ങൾ കരിമണ്ണൂർ കൈരളി വനിതാ ലൈബ്രറി ബാലവേദി അംഗങ്ങളാണ്. വായനാക്കളരിയുടെ ഭാഗമായി ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീ ബെന്നിക്കുട്ടി ഈപ്പൻ സാറുമായി അഭിമുഖം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമസ്കാരം സാർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മേഘന, ഇത് അതുൽജിത്ത്, അഭിരാമി, അഭിനവ്, നഫീസ. സാറിനെ ഒന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമോ? എൻ്റെ പേര് ബെന്നിക്കുട്ടി ഈപ്പൻ. എൻ്റെ സ്വദേശം ഇവിടെ തന്നെയാണ്. ഇവിടുന്ന് ഈ കരിമണ്ണൂർ പഞ്ചായത്തിൽ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ മാറി പന്നൂർ എന്ന സ്ഥലത്താണ്. കഴിഞ്ഞ ഒരു 35 വർഷമായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നു. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പന്നൂർ സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം കരിമണ്ണൂർ സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിലുമായിരുന്നു. അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് ന്യൂമാൻ കോളേജിൽ പഠിച്ചു. അതിനുശേഷം സംഗീത കോളേജിൽ പോവുകയായിരുന്നു. തൃപ്പൂണിത്തുറ RLV മ്യൂസിക് കോളേജിൽ പഠിച്ചു. അതിനുശേഷം പിന്നീട് ജോലി കിട്ടി. മലപ്പുറം ജില്ലയിലും കൊല്ലം ജില്ലകളിലുമായിട്ട് സംഗീത അധ്യാപകനായി ജോലി ചെയ്ത് 2021 റിട്ടയർ ചെയ്തു. തിരികെ ഇവിടെ വന്നു. ഇങ്ങനെ ഇപ്പോൾ ഇതുപോലൊരു സ്ഥാപനം, ഒരു സംഗീത വിദ്യാലയം നടത്തുകയാണ്. കീബോർഡ്, ക്ലാസിക്കൽ മ്യൂസിക്, യോഗ, അതുപോലെ മ്യൂസിക്കൽ എക്സസൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തി വരുന്നു. ഭാര്യ, 3 കുട്ടികൾ. അങ്ങനെ ഞങ്ങൾ പന്നൂര് കഴിയുന്നു. സംഗീതം മനുഷ്യ മനസ്സിനെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു സാർ? സംഗീതം ഇഷ്ടമല്ലാത്ത ആരുമില്ല. എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഷയമാണ് സംഗീതം. ലോകം മുഴുവൻ ഉള്ള ഒരു സമാധാനത്തിൻ്റെ വിഷയമാണ് സംഗീതം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളെപ്പോഴും എന്നെയൊക്കെ സംബന്ധിച്ച് എപ്പോഴും വളരെ നമ്മുടെ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ സമ്മിശ്രമാണല്ലോ നമ്മുടെ ജീവിതം. ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനൊരു നല്ല ഗസൽ അല്ലെങ്കിൽ നല്ലൊരു ഗാനം കേൾക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മനസ്സിന് ഒരുപാട് ആശ്വാസം തരും. എനിക്കതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടും അതുകൊണ്ടൊരു ഉണർവുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാവർക്കും. സംഗീതം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ട്? എല്ലാവർക്കും സംഗീതം ഇഷ്ടമല്ലേ? ഒരു പാട്ട് കേൾക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ ഹൃദയം എത്രമാത്രം ആശ്വസിക്കും, എത്രമാത്രം സമാധാനം നമുക്ക് തരും. അപ്പോൾ ലോക സമാധാനത്തിൽ ഈ സംഗീതത്തിന് വലിയൊരു പങ്കുണ്ടെന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. സംഗീത ലോകത്ത് സാറിൻ്റെ ഗുരുനാഥന്മാർ ആരൊക്കെയാണ് സാർ? സംഗീത ലോകത്ത് എനിക്ക് നിരവധി ഗുരുനാഥന്മാരുണ്ട്. എന്നാലും എൻ്റെ ആദ്യത്തെ ഗുരുനാഥ എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അമ്മ ആണ് എന്നെ ആദ്യം പാട്ടൊക്കെ പാടിത്തന്ന്. നല്ല ഈണത്തിൽ എൻ്റെ അമ്മ പാടുമായിരുന്നു. അതൊക്കെ കേട്ടാണ് ഞാൻ വളരുന്നത്. അതുപോലെ എൻ്റെ പിതാവ് എന്നെ സംഗീതത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ്. സംഗീതം മാത്രമല്ല, കഥാപ്രസംഗവും എൻ്റെ ഒരു വിഷയമായിരുന്നു. ഇതെല്ലാം തന്നെ എൻ്റെ മാതാപിതാക്കളാണ് എനിക്ക് ഒരുപാട് പ്രോത്സാഹനം നൽകിയതും. അതിനുശേഷം ഞാൻ ഇവിടെ പരിസരത്ത് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ സംഗീത ഗുരുക്കന്മാർ എനിക്കിവിടെ ഉണ്ട്. ശിവരാമൻ ചേട്ടൻ, വർക്കിച്ചേട്ടൻ, അതുപോലെ കഥാപ്രസംഗ രംഗത്ത് രവി സാറ്. പിന്നെ കൂടുതലായിട്ടും പഠിച്ചത് നമുക്കറിയാം, നമ്മുടെ ഇവിടെ തന്നെയുള്ള ഒരു സംഗീതജ്ഞനുണ്ട്, തിരുവിട സുരേന്ദ്രനാഥൻ സാറ്. പന്നൂരുള്ളൊരു സാറാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറേ നാൾ അഭ്യസിച്ചു. അതിനുശേഷമാണ് RLV സംഗീത കോളേജിൽ പോകുന്നത്. അവിടെ തന്നെ ഒരുപാട് ഗുരുക്കന്മാർ, മാവേലിക്കര പ്രഭാകരവർമ്മ സാറ്, വിനയേന്ദ്രൻ സാറ്, പൊൻകുന്നൻ രാമേന്ദ്രൻ സാറ്, ആര്യനാട് സദാശിവൻ സാറ്, ആവണീശ്വരൻ രാമേന്ദ്രൻ സാറ്, തുളസി ടീച്ചർ, സാവിത്രി ടീച്ചർ, അങ്ങനെ നിരവധി പേരുകൾ പറയാനുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഗുരുക്കന്മാരായിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരാണ്. അവരൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് ഒരുപാട് അറിവ് പകർന്നു തന്നതും അവർ തന്നെയാണ്. ഭാരതീയ സംഗീതവും വിദേശ സംഗീതവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് സാർ? ഭാരതീയ സംഗീതവും വിദേശ സംഗീതവും എന്ന് പറയും, സംഗീതത്തിൻ്റെ സ്വരങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്, നോട്ടുകളെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ആലാപനത്തിലുള്ള വ്യത്യസ്തത ആയിരിക്കും ഇതിനെ ഇങ്ങനെ പറയാനുള്ളൊരു കാരണം. നമ്മുടെ ഭാരതത്തിൽ 2 തരം സംഗീതമുണ്ട്. അതൊന്ന് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലുങ്കാന മുതലായ സംസ്ഥാനങ്ങളിൽ പ്രചരിച്ച് നിൽക്കുന്ന സംഗീത രൂപം എന്ന് പറയുന്നത് കർണാടക സംഗീതമാണ്. ദക്ഷിണേന്ത്യൻ സംഗീതം എന്ന് പറയും. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണെങ്കിൽ അത് ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയും. അപ്പോൾ അവിടെ 7 സ്വരങ്ങളും 12 സ്വരസ്ഥാനങ്ങളുമാണ് ഇതിലെല്ലാം ഉപയോഗിക്കുന്നത്. കൂടാതെ ലോകത്ത് മുഴുവനും ഉള്ളൊരു സംഗീത രൂപമാണ് ഈ പറഞ്ഞ പാശ്ചാത്യ സംഗീതം, വെസ്റ്റേൺ മ്യൂസിക്. അവിടെയും 12 നോട്ടുകളിൽ കൂടി തന്നെയാണ് സംഗീതം, ശ്രുതികൾ സഞ്ചരിക്കുന്നത്. പക്ഷേ ഈ ആലാപനത്തിലുള്ള വ്യത്യസ്തത അത് ഹിന്ദുസ്ഥാനിയിലുമുണ്ട്, കർണാടകയിലുണ്ട്, പാശ്ചാത്യ സംഗീതമുണ്ട്. പിന്നെ കൂടാതെ ഓരോരോ ലോകം മുഴുവൻ ഗോത്രവർഗ്ഗങ്ങളുണ്ടല്ലോ, അവരുടേതായിട്ടുള്ള സംഗീതമുണ്ട്. അതിലൊക്കെ
ഈ 12 സ്വരസ്ഥാനങ്ങളിലൂടെയാണ്, ഈ സ്വരങ്ങളിലൂടെയാണ് ഈ സംഗീതം സഞ്ചരിക്കുന്ന. ആലാപനത്തിലുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സാറിന് ഇഷ്ടപ്പെട്ട സംഗീതജ്ഞർ ആരൊക്കെയാണ്? സംഗീതജ്ഞർ എന്ന് പറയുന്നത് സംഗീതത്തെക്കുറിച്ച് ഒരുപാട് അറിവുള്ളവരെ തന്നെയാണല്ലോ സംഗീതജ്ഞർ എന്ന് പറയുന്നത്. ഒരുപാട് സംഗീതജ്ഞരുണ്ട്. ഞാൻ കൂടുതലായും ഇഷ്ടപ്പെടുന്ന ഒരു രൂപം ഗസലുകളാണ്. മെഹദി ഹസൻ, അനൂപ് ജലോട്ട, പങ്കജ് ഉദാസ്, ചന്ദൻ ദാസ്, ഗുലാം അലി, ഉസ്താദ് ഷഫ്ക്കത്ത് അലി ഖാൻ, റഫ്ക്കത്ത് അലി ഖാൻ, നസ്രത്ത് അലി ഖാൻ, അങ്ങനെ നിരവധിയായ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരുപാട് സംഗീതജ്ഞരുണ്ട്. കൂടാതെ നമുക്കറിയാലോ, നമ്മുടെ ദാസേട്ടൻ, ഗാനഗന്ധർവൻ യേശുദാസ്, ജയേട്ടൻ, ഭാവഗായകൻ ജയേന്ദ്രൻ, SP ബാലസുബ്രഹ്മണ്യൻ, മുഹമ്മദ് റാഫി, ഇങ്ങനെയുള്ള സിനിമാ ഫീൽഡിൽ ഉള്ള സംഗീതജ്ഞരുണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പ് കുറേ പേര് പറഞ്ഞല്ലോ, ഒരുപാട് പേര്, നെയ്യാറ്റിങ്കര വാസുദേവൻ സാറ്, ബാലകൃഷ്ണ സാറ്, അങ്ങനെയുള്ള നിരവധി സംഗീതജ്ഞർ ഉണ്ട്. അവരെയൊക്കെ എനിക്കിഷ്ടമാണ്. അവരിൽ നിന്നൊക്കെ എനിക്കൊരുപാട് കേട്ട്, ഇവരിൽ പലരെയും ഞാൻ കണ്ടിട്ടില്ല എങ്കിലും അവരുടെയൊക്കെ ഗാനരൂപങ്ങളും സംഗീത സൃഷ്ടികളുമൊക്കെ ഇപ്പോഴും നമ്മുടെ യൂട്യൂബിലേക്ക് ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കാറുണ്ട്. അവരൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഗീതജ്ഞരാണ്. പഴയ സിനിമാ ഗാനങ്ങളും പുതിയ കാലത്തെ സിനിമാ ഗാനങ്ങളും സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പഴയകാലത്തെ സംഗീത രൂപങ്ങൾ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ 60 വയസ്സുണ്ട്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ കേട്ടിരിക്കുന്ന പാട്ടുകൾ അതൊക്കെ ഒരുപാട് കർണാടക സംഗീതത്തെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അത് ചിട്ട ചെയ്തിരുന്നത്, അത് സംഗീതം കൊടുത്തിരുന്നത്. അതുകൊണ്ട് രാഗാർദ്രമായ രാഗഭാവമുള്ള ഗാനങ്ങൾ ഒരുപാട് കേൾക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ ഗാനങ്ങളോടൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. പക്ഷേ കാലഘട്ടം മാറുന്നതനുസരിച്ച് എല്ലാം മാറുമല്ലോ, സിനിമകൾ തന്നെ മാറി, ഒരുപാട് മാറിയല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതലും അടിച്ചുപൊളി പാട്ടുകളോട് ഒരുപാട് ആണ് കൂടുതലും പ്രചാരത്തിലുള്ളത്. ഒരു ഗാനമേള കേൾക്കാൻ പോയാലും പഴയകാല ഗാനങ്ങൾ കേൾക്കാൻ ആ പഴയകാല ആൾക്കാരെ കൂടുതലും ഇഷ്ടപ്പെടുകയുള്ളൂ. പുതിയ തലമുറ കാലഘട്ടത്തിനനുസരിച്ച് മാറിയപ്പോൾ അവർക്ക് കൂടുതലും അടിച്ചുപൊളി പാട്ടുകളും അങ്ങനെയുള്ള സിനിമകളുമാണ് ഇപ്പോഴും വരുന്നത്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ടാണ് പാട്ടുകൾ എഴുതപ്പെടാറുള്ളത്. ഉദാഹരണം കമലദളം എന്ന സിനിമയ്ക്ക് നൃത്തത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പാട്ടുകളാണ് അതിൽ കൂടുതലുണ്ടാകുന്നത്. ഭരതം, ആറാം തമ്പുരാൻ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകളുടെ കഥകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഗാനരചയിതാക്കളുടെ പാട്ട് എഴുതാറുള്ളത്. അതിനനുസരിച്ചാണ് സംഗീത സംവിധായകരായിട്ട് ട്യൂൺ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലും ഞാൻ കാണുന്നത് ഒരു നൃത്തത്തിന് വേണ്ടി, അടിച്ചുപൊളി നൃത്തത്തിന് വേണ്ടിയിട്ടുള്ള രചനകളും സംഗീതങ്ങളും അതുപോലുള്ള സിനിമകളാണ് കൂടുതൽ വരുന്നത്. ആരും കുറ്റം പറയുന്നില്ല. കാലഘട്ടം മാറുമ്പോൾ എല്ലാം മാറുമല്ലോ. ഇനി വരാനിരിക്കുന്ന എന്താണെന്ന് നമുക്ക് പറയാൻ നിൽക്കില്ല. ഇതാണ് എനിക്കിഷ്ടം. ഞാനിഷ്ടപ്പെടുന്നത് പഴയകാല രാഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, വിവിധ രാഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഗാനങ്ങളെയാണ് ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. ഒരു സംഗീതജ്ഞന് വേണ്ട അടിസ്ഥാന ഗുണങ്ങൾ എന്തൊക്കെയാണ് സാർ? സംഗീതജ്ഞർ എന്ന് പറയുമ്പോൾ അവർക്ക് അടിസ്ഥാനപരമായ ഗുണങ്ങളുള്ളതുകൊണ്ടാണ് അവർ സംഗീതജ്ഞർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആലാപനത്തെ സംബന്ധിച്ചാണെങ്കിൽ സംഗീതത്തിൽ ശ്രുതി കേട്ടിട്ടില്ലേ? ശ്രുതി മധുരമായി പാടുക കേട്ടിട്ടില്ലേ? അങ്ങനെ കാര്യമുണ്ട്. അതുപോലെ താളത്തിൽ പാടുക എന്നുള്ളത്. അപ്പോൾ ശ്രുതി, താളം, പിന്നെ ശബ്ദ നിയന്ത്രണം. നമ്മുടെ ശബ്ദത്തെ അനുസ്യൂതം ഇങ്ങനെ മേൽസ്ഥായിലേക്കും മന്ത്രസ്ഥായിലേക്കുമൊക്കെ സഞ്ചരിക്കാനുള്ള കഴിവ്. അതുകൂടാതെ ആ പാട്ടിനുള്ള ഈണത്തെ ഏറ്റവും ഭാവപ്രധാനമായിട്ട് ആലപിക്കുക. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഒരു ഗായകൻ എന്ന് പറയുന്നത്. സംഗീതജ്ഞർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണ സംഗീതജ്ഞർ എന്ന് പറയുന്നതൊക്കെ കർണാടക സംഗീതത്തിലെ, ഹിന്ദുസ്ഥാനി സംഗീതത്തിലൊക്കെ വലിയ മെഹദി ഹസൻ അങ്ങനെയുള്ള ആൾക്കാരെ പോലെയാണ്. ഡോക്ടർ ബാലമുരളീകൃഷ്ണ, പിന്നെ പണ്ടത്തെ കാലത്തേക്ക് പോയാൽ ശ്യാമാശാസ്ത്രികൾ, സംഗീത ചരിത്രകാരന്മാരുണ്ട്. പാട്ടെഴുതുകയും അതിൻ്റെ രാഗത്തിൽ അത് ഈണം കൊടുക്കുകയും അതുപോലെ അവർ തന്നെ പാടുകയും ചെയ്യുന്ന സംഗീതജ്ഞരുണ്ട്. അത് പഴയ കാലത്തുള്ള, ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം. പാട്ടുപാടി മഴ പെയ്ച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ സാർ? സംഗീതത്തിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? പാട്ടുപാടി മഴ പെയ്ച്ചിട്ടുണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട്.
അപ്പോൾ അത് പല സംഗീത ഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ സംഗീത എൻ്റെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു കേട്ട ഒരു അറിവാണ് എനിക്കുള്ളത്. പാട്ട് പാടി മഴ പെയ്തു. പക്ഷേ സംഗീതത്തിൽ മേഘമൽഹാർ എന്നൊരു രാഗമുണ്ട്. ആ രാഗം മഴ പെയ്യിക്കാൻ ആ രാഗം പാടി ഫലപ്രദമായിട്ട് പാടുമ്പോൾ മഴ പെയ്യും എന്ന ഒരു വിശ്വാസവും ഒക്കെ ഈ സംഗീത ഗ്രന്ഥങ്ങളിലുണ്ട്. മേഘമൽഹാർ എന്നൊരു രാഗം. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കും. അത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാനും ഇതുപോലെ തന്നെ കേട്ടിട്ടേ ഉള്ളൂ. സംഗീതവും ആരോഗ്യവും തമ്മിൽ എന്തെല്ലാം ബന്ധമുണ്ടത്? സംഗീതവും ആരോഗ്യവും തമ്മിൽ സംഗീതം തീർച്ചയായും നമ്മുടെ മനുഷ്യ ശരീരത്തിന്, നമ്മുടെ മനസ്സിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നൊരു കാര്യമായതുകൊണ്ട് നമ്മുടെ ശാരീരികമായ ഒരു ഉണർവിനും ഒരു ഉത്തേജനത്തിനും തീർച്ചയായിട്ടും സംഗീതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമ്മൾ ഓർക്കാറുണ്ട്. അത് മനസ്സിനെ കൂടുതലും ശാക്തീകരിക്കുന്നു. മനസ്സ് സന്തോഷിക്കുമ്പോൾ നമ്മുടെ ശരീരവും എന്താവും? ഉണർവാകും, അല്ലേ? മനസ്സിന് ഉണർവ് വരുമ്പോൾ ശരീരത്തിന് ഉണർവുണ്ടാവും. സംഗീതത്തിന് വളരെ ഫലപ്രദമായി നമ്മുടെ മനുഷ്യ ശരീരങ്ങൾ, അത് മൃഗങ്ങൾക്ക് പോലും അത് സംഗീതം എന്ന് പറയുന്നത് ഒത്തിരി ഉത്തേജനം നൽകുന്ന, ഒരുപാട് ഉണർവ് നൽകുന്ന ഒരു വിഷയമാണ് സംഗീതം. ഇന്നത്തെ സിനിമാ ഗാനങ്ങൾക്ക് നിലവാരമില്ല എന്ന് സാറിന് തോന്നുന്നുണ്ടോ? സിനിമാ ഗാനങ്ങൾക്ക് എനിക്കങ്ങനെ അഭിപ്രായമില്ല. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എനിക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ ഈ രാഗങ്ങളെ വെച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഗാനങ്ങളാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നിലവാരമില്ല എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഒരുപാട് പേര്, ഒരു ചെറുപ്പക്കാരായ സംഗീത സംവിധായകരുണ്ട്. അവർ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള സിനിമയ്ക്ക് വേണ്ടത്ര നല്ല ഈണങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യത്യസ്തത ഞാൻ കാണുന്നില്ല. കാലഘട്ടത്തിനനുസരിച്ച് എല്ലാം മാറും എന്നത് മാത്രം. ഇപ്പോഴും നല്ല രാഗങ്ങളെ തിരഞ്ഞെടുത്ത് വരികൾക്ക് മനോഹരമായ ഈണം നൽകുന്ന സംഗീത സംവിധായകരുണ്ട്. ആ രീതിയിൽ ആലപിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എത്രയോ കുട്ടികളാണ്, നമ്മൾ ടി വിയിൽ കാണുന്നില്ല, എത്രയോ കുട്ടികളാണ് വന്നിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പാടാൻ കഴിയുന്നവരാണ്. നിങ്ങളെല്ലാവരും പാടുന്നു, എല്ലാവർക്കും പാടാനുള്ള കഴിവുണ്ട്. ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നല്ലൊരു ഗായകനാകാൻ പറ്റുമോ സാർ? സംഗീതം ജന്മസിദ്ധമായി കിട്ടുന്നൊരു കഴിവല്ലേ? സംഗീതം ജന്മസിദ്ധമായിട്ട് കിട്ടുന്നൊരു കഴിവാണ്. എല്ലാവരുടെ ഉള്ളിലുള്ളൊരു കഴിവാണ് സംഗീതം എന്ന് പറയുന്നത്. പക്ഷെ അത് നിരന്തരമായ തീവ്ര പരിശീലനത്തിലൂടെ നമുക്കതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. വെറുതെ ഒരു പാട്ട് പോകാൻ പറ്റില്ല. അതായത് കർണാടക സംഗീതത്തിൽ എല്ലാ സംഗീതത്തിലും നിങ്ങൾക്ക് പഠിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ആദ്യ മർമ്മപ്രധാനമായ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് കർണാടക സംഗീതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ 7 സ്വരങ്ങൾ, സരിഗമ പദിനി എന്ന 7 സ്വരങ്ങളുടെ ഒരു പരിശീലന പദ്ധതിയുണ്ട്. അതിന് വരിശകൾ എന്ന് പറയും. സരളി വരിശകൾ, പല്ലവി വരിശകൾ, മധ്യസ്ഥായി വരിശകൾ, മേൽസ്ഥായി വരിശകൾ, മന്ത്രസ്ഥായി വരിശകൾ, ജണ്ട വരിശകൾ, വക്രജണ്ട വരിശകൾ, അങ്ങനെ കുറേ രൂപങ്ങളുണ്ട്. അത് പരിശീലനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ താളവും ശ്രുതിയും ശബ്ദ നിയന്ത്രണത്തിനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു ഭാഗമാണ് കർണാടക സംഗീതത്തിൽ അങ്ങനൊരു ഭാഗം. അത് തുടക്കം പഠിക്കുന്നത് അങ്ങനെയാണ്. ഒരു കുട്ടി ആരായാലും കർണാടക സംഗീതം പഠിക്കാൻ ചെന്നാൽ ഇതാണ് പഠിപ്പിക്കുന്നത്. ആ പരിശീലനം സപ്തതാള അലങ്കാരങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം വരെ കർണാടക സംഗീതത്തിന് നിർബന്ധമായും ഒരു സംഗീത വിദ്യാർത്ഥി പഠിക്കണം. അത് പഠിച്ചാൽ മാത്രം പോരാ, തീവ്രമായി ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും മിനിമം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യണം. സംഗീതം അഭ്യസിക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഉപദേശം എന്താണ്? ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ, സംഗീതം അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അത് ഹിന്ദുസ്ഥാനി ആയാലും വെസ്റ്റേൺ മ്യൂസിക് ആയാലും കർണാടക സംഗീതമായാലും, അതിൻ്റെ പ്രാഥമികമായ പാഠങ്ങൾ, ആ പരിശീലനം തീവ്രമായി പരിശീലിക്കുക എന്നത് തന്നെയാണ്. അവരങ്ങനെ ചെയ്യണം. തീർച്ചയായും നിലവിൽ എങ്ങനെയാണോ ആ കുട്ടി പാടിക്കൊണ്ടിരിക്കുന്നത്, ആരായാലും പ്രായഭേദമന്യേ വളരെ മെച്ചപ്പെടും. വളരെ 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 മെച്ചപ്പെടും. സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരാമോ? തീർച്ചയായിട്ടും ഒരു 4 വരി പാട്ട് പാടാം കേട്ടോ. ഒന്നിനുമല്ലാതെ
എന്തിനോ തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം, ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം. രാഗമായി അതു താളമായി, നീ എനിക്കാത്മാവിൻ ദാഹമായി, ശൂന്യമാമിൻ ഏകാന്തതയിൽ പൂവിട്ടൊരനുരാഗമായി.